ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെജിറ്റബിൾ പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഈ ഇറച്ചിപ്പത്തിരി എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപാര ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ആയിട്ട് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ഞാൻ ചെയ്യണത് ഇതിൻ്റെ വെജിറ്റബിൾ കൂട്ട് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള 3 വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു സവാള, മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാളയും 2 പച്ചമുളകും ഒരു മീഡിയം വലുപ്പത്തിൽ ക്യാരറ്റും എന്നിവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ജസ്റ്റ് വഴറ്റിയെടുത്താൽ മാത്രം പോരാ, നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കാരണം ക്യാരറ്റൊക്കെ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക തന്നെ വേണം, കുറച്ച് ടൈം എടുക്കും. അപ്പോൾ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഇടണമെന്നൊന്നുമില്ല, എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് അങ്ങോട്ട് വഴറ്റിയാൽ ഒന്നുകൂടെ നന്നായിരിക്കും. അപ്പം ഞാൻ ക്യാരറ്റൊക്കെ ഒന്ന് പെട്ടെന്ന് കുക്കാകാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ടൊക്കെ ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. 1-2 തവണ അങ്ങനെ അടച്ചു വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ പകുതിയിലേറെ ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് എടുക്കുമ്പോഴത്തേനും മുഴുവനായിട്ടും കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഇതങ്ങനെ ആക്കിയിട്ടുണ്ട് ഞാൻ, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് ഗരം മസാല കൂടിയുമാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ 2 മസാലപ്പൊടികൾ മാത്രം മതി കേട്ടോ, ഒരുപാടൊന്നും ആവശ്യമില്ല. മുളക് പൊടിയുടെ ഒന്നും ഒരാവശ്യമല്ല. പച്ചക്കറികളിൽ മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോവും. അപ്പോൾ ഈ ജസ്റ്റ് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഗ്രീൻ പീസും അതുപോലെ ഉരുളൻകിഴങ്ങും. ഇത് രണ്ടും ഞാൻ ഒന്നിച്ചെടുത്താണ് വേവിച്ചിട്ടുള്ളത്. 1/4 കപ്പ് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്തിയതും ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉരുളൻകിഴങ്ങുമാണ് എടുത്തിട്ടുള്ളത്. രണ്ടും കൂടി കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ്. വെള്ളം എല്ലാം മാറ്റിക്കളഞ്ഞ ശേഷം ഉരുളൻകിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തു. ഗ്രീൻ പീസ് അങ്ങനെ ചേർത്തു. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പത്തിരിക്കുള്ള മാവ് കുഴക്കണം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ആവശ്യമെങ്കിൽ കുറച്ച് ഓയിലും കൂടെ ചേർത്തിട്ട് കുഴച്ചെടുത്താൽ നന്നായിരിക്കും. അപ്പം ഞാൻ തുള്ളി എണ്ണ കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള പൊടിയൊക്കെ ചേർത്തിട്ട് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നത് പോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. ഒരുപാടങ്ങ് ഒട്ടിപ്പിടിക്കുന്ന ലെവലിലാവരുത്, അപ്പോൾ നമുക്ക് പരത്തിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അത്യാവശ്യം ചെറിയൊരു ബലം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് ഒരു പത്തിരിയുടെയൊക്കെ വലുപ്പത്തിൽ ഉരുളകളാക്കി എടുക്കുക. ഇനി ഇത് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. ഓരോന്നായിട്ട് ഒന്നിച്ച് പരത്തരുത്, 2 എണ്ണം വീതം വേണം പരത്തിയെടുക്കാൻ. അതായത് ഫസ്റ്റിൽ 2 എണ്ണം പരത്തിയിട്ട് ഇതിൻ്റെ നമ്മൾ വെജിറ്റബിൾ കൂട്ട് നിറച്ചിട്ട് വേണം അടുത്ത 2 എണ്ണം ഉണ്ടാക്കാൻ. അപ്പോൾ ഞാനിവിടെ 2 പത്തിരി ആദ്യം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒന്നിന് മുകളിൽ നമ്മുടെ ഫില്ലിങ് ചൂടാറിയ ശേഷം ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച മറ്റേ പത്തിരി കൂടെ വെച്ചിട്ട് സൈഡ്സൊക്കെ ഒന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ചുരുട്ടി കൊടുക്കുക. എന്നിട്ട് ഇതങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ
നിങ്ങൾ ഒന്നിച്ചിട്ട് പത്തിരി പരത്തിയിട്ട് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ച് ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒട്ടിപ്പോവും. അതുപോലെ ഇത് ഉണ്ടാക്കിയിട്ടാണെങ്കിലും ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെക്കരുത്. എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നിരത്തിയിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ നിരത്തി വെക്കുമ്പോൾ അടിയിൽ കുറച്ച് പൊടിയോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെക്കുക. അല്ലെങ്കിൽ അത് അവിടെ ഒട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത ശേഷം ഓരോന്നായിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് 2 സൈഡും നല്ലോണം ഒന്ന് ബ്രൗൺ കളറായിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് വെന്ത് വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ ആട്ടപ്പൊടിയിൽ വേണമെങ്കിലും ചെയ്യാട്ടോ, മൈദ തന്നെ വേണമെന്നൊന്നുമില്ലേ. അത്യാവശ്യം ഒരു തിക്കിൽ തന്നെ ഇത് പരത്തിയെടുക്കുക. ഒരുപാടങ്ങ് കനലിയാണ്ട് പരത്തരുത്. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും അത്രക്കും ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ മറ്റുള്ള ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. റമദാനൊക്കെ വരുന്ന എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു റെസിപ്പി ആയിട്ട്. താങ്ക് യു.